കേരള മഹായിടവയിലെ സഭാജനങ്ങളും പുരോഹിതരും ചേർന്ന് നടത്തുന്ന പ്രതിഷേധ റാലിയാണ് ഈ രാജവീഥിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് ആരംഭിച്ച റാലി പാളയത്ത് നിന്ന് ആരംഭിച്ച ഈ റാലി പുത്തരിക്കണ്ടം മൈതാനിയിൽ എത്തിച്ചേരുമ്പോൾ പ്രാർത്ഥനാ സംഗമവും പൊതുസമ്മേളനവും നടത്തുന്നു. മെയ് മാസം 23-ാം തീയതി മുതൽ ദക്ഷിണ കേരള മഹായിടവക ആസ്ഥാനവും ബിഷപ്പ് ഓഫീസും ബലം പ്രയോഗിച്ച് അടപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും CSI സമൂഹത്തിന്റെ ആസ്ഥാന മന്ദിരം തുറന്നു പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കൂ സർക്കാരെ എന്നാവശ്യപ്പെട്ടുകൊണ്ട് 12 ലക്ഷത്തിൽ പരം വരുന്ന ദക്ഷിണ കേരള മഹായിടവകയിലെ വിശ്വാസികളും പുരോഹിതന്മാരും ചേർന്ന് നടത്തുന്ന പ്രതിഷേധ ജാഥ ഇതാ ഈ രാജവീഥിയിലൂടെ കടന്നു വരികയാണ്. നാലുപേരും ഭരണഘടനയെ കാറ്റിൽ പറത്തുകയും പൂർണ്ണമായും തിന്മ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു എന്ന് കോടതി വ്യക്തമായി തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ആർ ബാലസുബ്രഹ്മണ്യം, ഭാരതിദാസൻ എന്നീ 2 ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിമാരെ അഡ്മിനിസ്ട്രേറ്റേഴ്സായി നിയോഗിച്ചു. ഈ അപ്പീലിന്റെ ഭാഗമായി കഴിഞ്ഞ 22/5-ന് നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരു ഇന്ററിം വിധി ഉണ്ടായി. ആ ഇന്ററിം വിധി ഇത്രയേ ഉള്ളൂ: ഈ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന 2 ഡിസ്ട്രിക്ട് ജഡ്ജിമാര് ആർ ബാലസുബ്രഹ്മണ്യവും ഭാരതിദാസൻ സിനഡ് ഇലക്ഷൻ സംബന്ധിച്ച് അവർ തീരുമാനങ്ങൾ എടുക്കരുത്, അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ച് ഒന്നും ചെയ്യരുത് എന്നതായിരുന്നു അവർ പറഞ്ഞത്, കോടതി പറഞ്ഞത്. എന്നാൽ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മന്തി കൽറ എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റിന് പൈസ കൊടുത്ത് ആ അഡ്വക്കേറ്റ് നോട്ടീസ് ബാലസുബ്രഹ്മണ്യത്തിന് നൽകി. ബാലസുബ്രഹ്മണ്യൻ എല്ലാ ബിഷപ്പുമാർക്കും ഒരു കോമൺ ഓർഡർ ഇറക്കി. ആ കോമൺ ഓർഡറിൽ ഞങ്ങൾ ഏതെങ്കിലും മഹായിടവയ്ക്ക് ഒരു കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുന്നതിൽ നിന്ന് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ഡെസിസ്റ്റ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യത്തിൽ ഡെസിസ്റ്റ് ചെയ്യുക, അവരെ പിരിച്ചുവിട്ടിട്ടില്ല. എന്നാൽ ഞങ്ങൾ ഏതെങ്കിലും മഹായിടവകൾക്ക് ബിഷപ്പന്മാരെ ഇൻചാർജായി വെച്ചിട്ടുണ്ടെങ്കിൽ, ബിഷപ്പന്മാരായിട്ട് ഏതെങ്കിലും ഡയോസിസിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് CSI ഭരണഘടന അനുസരിച്ചും അതാത് മഹായിടവകയിലെ ഭരണഘടന അനുസരിച്ചും ഞങ്ങളോട് റെഫർ ചെയ്യാതെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്ന സ്വാതന്ത്ര്യം കൊടുത്ത ലെറ്ററുമായിട്ടാണ് അന്നേ ദിവസം നമ്മുടെ മഹായിടവയുടെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി എന്ന് പറയുന്ന ആ മനുഷ്യനും കുറച്ച് ഗുണ്ടകളുമായി വന്ന് 23/5-ന് വൈകുന്നേരം LMS-ൽ അതിക്രമിച്ചു കയറി ബിഷപ്പ് ഹൗസിൽ റോയിസ് മനോജ് തിരുമേനിയുടെ ബിഷപ്പ് ഹൗസിലേക്ക് പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് അട്ടഹാസങ്ങൾ കാണിക്കുകയും ചില പുരോഹിതന്മാരും അതിന്റെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയെ ഇറക്കി വിടുകയും ഞങ്ങളാണെല്ലാം എന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ 2000-ഓളം വരുന്ന ജനവിശ്വാസികൾ, പ്രിയപ്പെട്ട വിശ്വാസികൾ അന്ന് രാത്രി 1:30 മണി വരെ അവിടെ നിന്ന് നമ്മുടെ ബിഷപ്പും കൂടെ സഹകരിച്ച്, നമുക്കറിയാം, ഒരു സെറ്റിൽമെന്റ്, ഒരു നന്മയിലേക്കുള്ള പോക്ക് എന്ന രീതിയിൽ നമ്മൾ പരിശ്രമിച്ചു. ജില്ലാ ഭരണകൂടത്തിലെ എല്ലാ നേതാക്കളെയും വിളിച്ചു. പക്ഷേ ജില്ലാ ഭരണകൂടം തിരിഞ്ഞു നിന്നു, നമ്മുടെ ന്യായത്തെ മറിച്ചു കളഞ്ഞു. സംസ്ഥാന സർക്കാർ ദക്ഷിണ കേരള മഹായിടവകയുടെ ഇന്നത്തെ സ്ഥിതിയെ തിരിച്ചറിയാതെ, കോടതി വിധിയെ തിരിച്ചറിയാതെ, എഴുതിയിരിക്കുന്ന ലെറ്ററിന്റെ വാക്കുകളെ മനസ്സിലാക്കാതെ
ഈ ജനലക്ഷങ്ങൾക്കെതിരെ വളരെ വേദനാജനകമായ ഒരു തീരുമാനമെടുത്തു. LMS ക്യാമ്പസ് പൂട്ടി. LMS ക്യാമ്പസ് പൂട്ടി സീൽ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. അത് 1-2 ദിവസം അങ്ങനെ ഒരു സാഹചര്യം, ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി മുതൽ എല്ലാ പ്രമുഖരായ നേതാക്കളെയും ബിഷപ്പ് നേരിട്ടും നമ്മളെല്ലാവരും ചേർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ചേർന്ന് നിരന്തരമായി കണ്ടിട്ടുണ്ട്. ഇന്നും നമ്മുടെ LMS ക്യാമ്പസ് അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ LMS തുറന്ന് പ്രവർത്തിക്കണമെന്നും ഇവിടെ മറ്റു വിഷയങ്ങളൊന്നും ഇല്ലെന്നും മറ്റ് 23 ഡയോസിസിലും സുഗമമായി കാര്യങ്ങൾ നടക്കുന്നുവെങ്കിൽ നമ്മുടെ ഡയോസിസിൽ മാത്രം എന്താണ് പ്രശ്നമെന്നുമാണ് നാം ഈ ഭരണകർത്താക്കളോട് ചോദിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഇപ്പോഴും ഇവിടെ യോഗം നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും റാലി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഇടയ്ക്ക് ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ, ഈ ഭാഗത്ത് ഈ പുത്തരിക്കണ്ട മൈതാനത്തിന്റെ പുറകിലായിരിക്കുന്ന പ്രിയ വിശ്വാസികളെല്ലാം മുന്നോട്ട് വരണം. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം, എല്ലാവരും സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് ഈ ജനലക്ഷങ്ങൾ പങ്കെടുത്ത റാലിയില് നമുക്ക് സെക്രട്ടേറിയറ്റിൽ അവിടെ നിന്ന് ഇതുവരെയും വരാനുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായി. നമ്മൾ വിഷമിച്ചു. പക്ഷെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പം നിന്നു. പ്രത്യേകം നന്ദി അർഹിക്കുന്നതാണ്. ഈ ഞാൻ തുടക്കത്തിൽ അത് പറയാൻ തന്നെ ആഗ്രഹിക്കുന്നു. വളരെ ക്രമീകരിച്ച് ഈ റാലി നമ്മളെ നിയന്ത്രിച്ച് അവർ വിട്ടു. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ പോലീസ് ഉദ്യോഗസ്ഥരോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് നിങ്ങൾ ഓർക്കുക ഒരു കാര്യം, ഞാൻ സ്വാഗതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ പുരോഹിതന്മാരോടും എല്ലാ വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരെയെങ്കിലും കുറിച്ച് ഇന്ന വ്യക്തി വലിയ സെറ്റപ്പാണ്, സംവിധാനമുള്ള ആളാണ്, ഗുണ്ടായിസൊക്കെ ഉണ്ടെന്ന് പറയും